ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നട്ട വഴുതനയിൽ നിന്ന് വിളവെടുത്ത വഴുതനങ്ങ വെച്ച് തേങ്ങ വറുത്തരിക്കാതെ എങ്ങനെ തീയലുണ്ടാക്കാമെന്ന് നോക്കിയാലോ. കീടനാശിനികളൊന്നും തളിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതുണ്ടാക്കിയാൽ നല്ല രുചിയായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണേ. ഇത് നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലേക്ക് ഇടുക. ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കുക. അതിനുശേഷം ജീരകം ചേർത്ത് കൊടുക്കണം. ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും ചെറുള്ളിയും ചേർത്ത് ഇളക്കണം. ചെറുള്ളിയാണ് തീയലുണ്ടാക്കാൻ ഏറ്റവും നല്ലത്. കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ 2 ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് ആ വെള്ളം ഒന്ന് വറ്റുമ്പോഴത്തേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ട് വഴന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കും ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, കുറച്ച് പെരുംജീരകം പൊടിച്ചത്, കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. വെള്ളം ആവശ്യാനുസരണം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി തിളച്ച് വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ശർക്കര പൊടിച്ചതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് ആ എരിവും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശേഷം എണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും നാളെ കണ്ടുമുട്ടാം.